പാസ്റ്റർമാർക്ക് നമ്മുടെ ലൈഫിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഇത്രയും അധികം പേഴ്സണൽ ലൈഫിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക അവരുടെ കയ്യിലാണ്. ഒരു വിശ്വാസി ആയി കഴിഞ്ഞാൽ മറ്റേ തലച്ചോറെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അയാളുടെ കൺട്രോളിൽ ഓടുന്ന സ്പ്രിങ് കൊടുത്ത് ഓടുന്ന പാവകളും നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് പാവകൾ മാത്രമാണ്, സ്വന്തമായി ചിന്താശേഷി ഇല്ലാത്ത, ക്രിട്ടിക്കലി ഒന്നിനെയും അനലൈസ് ചെയ്ത് കാണാൻ കഴിവില്ലാത്ത കുറച്ച് പാവകൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നത് പാസ്റ്റർമാർക്ക് വിശ്വാസികളുടെ ലൈഫിലുള്ള കൺട്രോൾ ഇത്രയധികം പേഴ്സണൽ ലൈഫിൽ പെനിട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറി വിശ്വാസികളെ കൺട്രോൾ ചെയ്യുക. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ തലച്ചോറെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം പാസ്റ്റർമാരുടെ കൺട്രോളിലോടുന്ന പാവകൾ, സ്പ്രിങ് കൊടുത്തു വിടുന്ന പാവകൾ മാത്രമാണ് വിശ്വാസികൾ. ക്രിട്ടിക്കലായി ഒന്നിനെയും അനലൈസ് ചെയ്യാത്ത കേവലം പാവകൾ മാത്രമാണ് വിശ്വാസികൾ. ഇദ്ദേഹം ഒരു കാലഘട്ടം വരെ പെന്തക്കോസ്തുകാരനായിരുന്നു എന്ന് പറയുന്ന സത്യത്തിൽ പെന്തക്കോസ്തുകാർക്ക് തന്നെ നാണക്കേടാണ്. അദ്ദേഹത്തിനല്ല നാണക്കേട്, അരുൺ പെന്തക്കോസ്തുകാരനായിരുന്നു എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാർക്ക് തന്നെ നാണക്കേടാണ്. ആ ഒരു സ്ഥിതിയിലാണ് താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നോക്കൂ, അദ്ദേഹത്തെ പാസ്റ്റർമാരെ പറ്റിയോ വിശ്വാസികളെ പറ്റിയോ യാതൊരുവിധ ധാരണയും ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഒരു പെന്തക്കോസ്തുകാരനല്ലാത്ത ആരെങ്കിലും വിമർശിക്കുകയോ പറയുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് യാതൊരുവിധ പ്രയാസമില്ലായിരുന്നു. ഒരു കാലഘട്ടം വരെ പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ പോയിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് പാസ്റ്റർമാരാണ് പെന്തക്കോസ്ത് വിശ്വാസികളെ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ തലച്ചോറെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം പാസ്റ്റർമാർ സ്പ്രിങ് കൊടുത്ത് വിടുന്ന കേവലം പാവകൾ, ക്രിട്ടിക്കലായിട്ട് ഒന്നും അനലൈസ് ചെയ്യാൻ കഴിയാത്ത കേവലം പാവകളാണ് വിശ്വാസികൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് പെന്തക്കോസിനെ പറ്റി യാതൊരുവിധ ധാരണയുമില്ല. ഇദ്ദേഹം എങ്ങനെ പെന്തക്കോസ്തുകാരനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം പെന്തക്കോസിനകത്ത് ഒരു ചുരുങ്ങിയ കാലഘട്ടമെങ്കിലും ഇരുന്നവർക്കറിയാം പാസ്റ്റർമാരുടെ ജീവിതം എങ്ങനെയാണെന്ന് അവർക്കറിയാം. പെന്തക്കോസ്ത് വിശ്വാസികളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ഇതിനകത്തുള്ളവർക്ക് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, പെന്തക്കോസ് വിശ്വാസികളെ പറ്റിയോ പാസ്റ്റേഴ്സിനെ പറ്റിയോ യാതൊരുവിധ ധാരണയും ഈ അരുണിനില്ല എന്നുള്ളത് വളരെ വളരെ സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പാസ്റ്റർമാരുടെ ലൈഫ് അതൊക്കെ നാം മനസ്സിലാക്കേണ്ടതാണ്. നോക്കൂ, ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. പാസ്റ്റർമാർക്ക് വിശ്വാസികളുടെ ലൈഫിലുള്ള കൺട്രോൾ അത് സാധാരണ കൺട്രോളല്ല, അവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറുകയാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും അത് അനുവദിക്കുമോ? ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, അവരുടെ ആത്മീക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ആരെങ്കിലും സമ്മതിക്കുമോ? പെന്തക്കോസ്തുകാർ ഒട്ടും സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർമാർ അല്ലെങ്കിൽ പാസ്റ്റർമാരായ ഞങ്ങളാരും ഞങ്ങളുടെ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നവരല്ല. അങ്ങനെ നുഴഞ്ഞു കയറേണ്ടുന്ന യാതൊരുവിധ ആവശ്യകതയുമില്ല. അങ്ങനെ നുഴഞ്ഞു കയറുന്നവരുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ വിശ്വാസികൾ അവരത് അനുവദിക്കുകയും ഇല്ല. പാസ്റ്റർമാർക്ക് വിശ്വാസികളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ചില പരിധികളൊക്കെ ഉണ്ട്. ആ പരിധികൾക്കപ്പുറമായിട്ട് ഒരു പാസ്റ്ററും ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതത്തിലോ അവരുടെ കുടുംബത്തിലോ ഇടപെടാറില്ല. ഇനി പാസ്റ്റർമാർ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ കാര്യങ്ങൾ നോക്കുക, സഭയുടെ ആത്മീക കാര്യങ്ങൾ നോക്കുക, വിശ്വാസികളുടെ ആത്മീക കാര്യങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകുക എന്നതാണ് പാസ്റ്റർമാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. അല്ലാതെ അവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി നിങ്ങൾ ഇങ്ങനെ ജീവിക്കാവുള്ളൂ, നിങ്ങൾ ഇന്ന രീതിയിലെ വസ്ത്രം ധരിക്കാവുള്ളൂ, നിങ്ങൾ ഇന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ, നിങ്ങൾ ഇന്ന ജോലിയെ ചെയ്യാവുള്ളൂ, നിങ്ങൾ ഇന്ന കോഴ്സ് എടുത്തേ പഠിക്കാവുള്ളൂ എന്നൊന്നും പറഞ്ഞ് സദാസമയം വിശ്വാസികളുടെ പുറകെ നടന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി വിശ്വാസികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ജോലിയല്ല പാസ്റ്റർമാർക്ക് ഉള്ളത് എന്ന കാര്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. കാരണം വിശ്വാസികൾക്കറിയാം എങ്ങനെ ജീവിക്കണം. മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെന്തക്കോസ് വിശ്വാസികളുടെ പ്രത്യേകത, അവർക്ക് സ്വതന്ത്രമായിട്ട് ബൈബിൾ വായിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു പാസ്റ്റർമാരെ കണ്ടിറങ്ങിയവരല്ല, അവർ ദൈവവചനം മനസ്സിലാക്കി വന്നവരാണ്, അവർ യേശുവിനെ മനസ്സിലാക്കി വന്നവരാണ്. പാസ്റ്റർമാർ അവർക്ക് വേണ്ട ആത്മീക നേതൃത്വം കൊടുക്കുന്നുവെങ്കിൽ തന്നെയും അവരുടെ നേതാവ് പാസ്റ്ററല്ല, അവരുടെ നേതാവ് യേശുവാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവ് യേശുവാണ്.
പെന്തക്കോസ്ത് വിശ്വാസികളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവവചനമാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. പാസ്റ്റർമാർ, ഞാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് നന്നായിട്ടറിയാം. കാരണം അവർക്ക് ദൈവവചനം അറിയാം. അവർ സ്വതന്ത്രമായി ബൈബിൾ വായിക്കുന്നവരാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ. അവരുടെ തലച്ചോറൊന്നും എടുത്തു മാറ്റിയിട്ടില്ല. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അറിവുള്ളവരുണ്ട്, ജ്ഞാനമുള്ളവരുണ്ട്. അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായ അറിവും കൃത്യമായ ബോധ്യവുമുള്ളവരാണ് പെന്തക്കോസ്തുകാർ. അവരുടെ തലച്ചോറൊന്നും എടുത്തു മാറ്റേണ്ടുന്ന ഒരാവശ്യകതയുമില്ല. പാസ്റ്റർമാർ അവർക്ക് സ്പ്രിങ് കൊടുക്കേണ്ടുന്നതിൻ്റെയും ആവശ്യകതയില്ല. അവർ പാസ്റ്റർമാരെ ബഹുമാനിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരാണ്, ദൈവവചനം കൈകാര്യം ചെയ്യുന്നവരാണ്, ആത്മീക നേതൃത്വം നൽകുന്നവരാണ് എന്ന നിലയിൽ പാസ്റ്റർമാർക്ക് വേണ്ട എല്ലാ ബഹുമാനവും നൽകുന്നവരാണ് എന്നും പറഞ്ഞു പാസ്റ്റർമാർ പറയുന്നത് അതേപടി വിഴുങ്ങി മുന്നോട്ട് പോകുന്നവരല്ല വിശ്വാസികൾ എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പെന്തക്കോസ്ത് വിശ്വാസികളെപ്പറ്റി യാതൊരുവിധ ധാരണയും ഈ അരുണിനില്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഈ പെന്തക്കോസ്തുകാരനായിട്ടിരുന്ന കാലഘട്ടത്തിലെല്ലാം അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് പാസ്റ്ററാണോ? അരുണെ ഇന്ന വേഷമേ ധരിക്കാവുള്ളൂ, ഇന്ന ആഹാരമേ കഴിക്കാവുള്ളൂ, ഇന്ന കോഴ്സേ പഠിക്കാവുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പാസ്റ്റർമാർ 24 മണിക്കൂറും അരുണിൻ്റെ ജീവിതത്തിൽ, അരുണിൻ്റെ കുടുംബത്തിൽ നുഴഞ്ഞു കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച പാസ്റ്റർ ആരാ? ഇനി അഥവാ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അരുണിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ വിശ്വാസികളൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറം കയറി ഇടപെടുവാൻ ഞങ്ങളെ അനുവദിക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുമല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം വളരെ നമ്മൾ ചിന്തിക്കണം. വിശ്വാസികൾ കേവലം പാവകൾ മാത്രമാണ്. സ്വന്തമായി ചിന്താശേഷിയില്ലാത്ത, ക്രിട്ടിക്കലായി ഒന്നിനെയും അനലൈസ് ചെയ്യാത്ത പെന്തക്കോസ്ത് വിശ്വാസികൾ ഒന്നും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാത്തവരാണ്, ഒന്നും മനസ്സിലാക്കാത്തവരാണ്. ശരി തെറ്റ് എന്തെന്നൊന്നും അവർ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാത്തവരാണ് പെന്തക്കോസ്ത് വിശ്വാസികളെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ദൈവവചനം അറിയാം. എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ അവബോധം അവർക്കുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വചനവിരുദ്ധമായ ഉപദേശങ്ങളോ പ്രസംഗങ്ങളോ പാസ്റ്റർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് ഉണ്ടാകാതിരിക്കാൻ പാസ്റ്റർമാർ വളരെ ശ്രദ്ധിക്കും. പക്ഷേ ഏതെങ്കിലും നിലയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഉപദേശങ്ങൾക്ക്, പുതിയ നിയമ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പഠിപ്പിക്കലുകളോ പ്രഭാഷണങ്ങളോ ഉണ്ടായാൽ ഞങ്ങളുടെ വിശ്വാസികൾ കൃത്യമായി ഞങ്ങളെ അവർ ക്രിറ്റിസൈസ് ചെയ്യും, അല്ലെങ്കിൽ അവർ ചോദിക്കും. ക്രിറ്റിസൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളോട് ആ സംശയം അവർ ആരായും, ആ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചത്, ആ ഉപദേശം സത്യമാണോ, ആ ഉപദേശം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്നവർ കൃത്യമായിട്ട് ചോദിക്കുന്നവരാണ്. കാരണം അങ്ങനെ ദൈവത്തിൻ്റെ വചനം അറിയാവുന്നവരാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാസ്റ്റർമാർ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരല്ല. അവർക്ക് ദൈവത്തിൻ്റെ വചനം അറിയാം. ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾക്ക് വ്യത്യാസമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ കൃത്യമായി അതിനെ അനലൈസ് ചെയ്യുന്നവരാണ്. അത് തെറ്റാണെന്ന് തന്നെ പറയുന്നവരാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ പാസ്റ്റർമാരുടെ ഭാഗത്തു നിന്ന് ഈ സാമ്പത്തിക കാര്യങ്ങൾ, ഈ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ വിശ്വാസികൾ അത് കൃത്യമായി ചോദ്യം ചെയ്തവരാണ്. അവർ കൃത്യമായി അതിനെ വിമർശിച്ചവരാണ്. അപ്പോൾ ക്രിട്ടിക്കലായിട്ട് ഒന്നിനെയും അനലൈസ് ചെയ്യാത്തവരാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ എന്ന് അരുണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്പ്രചരണം മാത്രമാണ്, നുണ മാത്രമാണ് എന്ന് ഞാൻ ഇവിടെ സമർത്ഥിക്കുകയാണ്. പാസ്റ്റർമാർ വിശ്വാസികളുടെ ജീവിതത്തിൽ നുഴഞ്ഞ് കയറണ്ട, അതിൻ്റെ ആവശ്യകതയില്ല. ഞങ്ങളും പാസ്റ്റർമാർ വിശ്വാസികളും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ, നല്ല ഐക്യതയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. പാസ്റ്റർമാരെ അവർ ബഹുമാനിക്കുന്നവരാണ്. പാസ്റ്റർമാർ പറയുന്നത് അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുന്നവരാണ്, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുന്നവർ തന്നെയാണ്, തള്ളിക്കളയേണ്ടത് അവർ തള്ളിക്കളയുക തന്നെ ചെയ്യും. ഞങ്ങൾ പാസ്റ്റർമാർ ഏതെങ്കിലും വിശ്വാസികളുടെ കുടുംബത്തിലോ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലോ ഇടപെടുന്നുണ്ടെങ്കിൽ അത് അവരനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അവരനുവദിക്കാത്ത പക്ഷം യാതൊരുവിധ അവരുടെ വ്യക്തിപരമായ കാര്യത്തിലും നുഴഞ്ഞു കയറുവാൻ ഞങ്ങൾ തയ്യാറാകുന്നവരല്ല. ഞങ്ങളുടെ നേതൃത്വം അതിന് അനുവദിക്കത്തില്ല, ഞങ്ങളുടെ വിശ്വാസികളും അതിന് അനുവദിക്കത്തില്ല. ഞങ്ങളാരും അങ്ങനെ
ചെയ്യുന്നവരും അല്ല. ഞങ്ങളുടെ വിശ്വാസികളുമായിട്ട് ഞങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സഭായോഗമാണ്. 1 മണിക്കൂറായിരിക്കും വചനം പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത്. അവിടെ അവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. പിന്നെ മീറ്റിങ്ങുകളുണ്ട്. അവിടെ വീട്ടിലെ വീട്ടുപ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും വിസിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ സമയത്തൊക്കെ ഞങ്ങൾ ദൈവവചനം പറയുകയും അപ്പോൾ തന്നെ ആത്മീക കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ലോക കാര്യങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ സന്ദർഭങ്ങളൊന്നും അവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞ് കയറുന്നവരല്ല. അദ്ദേഹം ഈ വിശ്വാസികളെ തലച്ചോറെടുത്ത് കളഞ്ഞിട്ട് സ്പ്രിങ് കൊടുത്ത് വിടുന്ന പാവകളാണ് എന്ന് പറഞ്ഞത് ഒരു വലിയ കള്ളമാണ്, പച്ചക്കള്ളമാണ്, ഒരു നുണയാണ്, ദുഷ്പ്രചരണം മാത്രമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേട്ട അദ്ദേഹത്തിൻ്റെ ആ വീഡിയോകൾ, ഇന്ന് നമ്മൾ പരിശോധിച്ച കാര്യങ്ങൾ, ഒരു 6 കൂട്ടം കാര്യങ്ങൾ നാം അത് മനസ്സിലാക്കുന്നത് കൃത്യമായി വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങളും ദുഷ്പ്രചരണവും നുണയും മാത്രമാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.